ലോകത്തിന് തന്നെ വൻ നാശങ്ങൾ വിതയ്ക്കുന്ന 7ഓളം യുദ്ധങ്ങൾ താൻ ഒറ്റയ്ക്ക് നിർത്തിച്ചെന്ന് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയും പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങളുടെ കണക്കുകൾ എണ്ണി എണ്ണി പറഞ്ഞാണ് തനിക്ക് ഈ 7 യുദ്ധങ്ങൾ നിർത്തിയത് കൊണ്ട് നൊബേൽ സമ്മാനം തരണമെന്ന് ആവശ്യപ്പെടുകയാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിച്ചത് ഇന്ത്യ ഇപ്പോൾ യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള അമേരിക്കയുടെ വ്യാപാരം അവസാനിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് എന്നാണ് ട്രംപ് വീണ്ടും വീമ്പിളക്കുന്നത്. പാകിസ്ഥാൻ ഇത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അംഗീകരിക്കുക മാത്രമല്ല, യുദ്ധം നിർത്തിയതുകൊണ്ട് ട്രംപിന് നൊബേൽ സമ്മാനത്തിന് നോമിനേഷൻ ചെയ്യുക പോലും ചെയ്തു പാകിസ്ഥാൻ മാത്രമല്ല, ഇസ്രായേലും ഇദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കൊടുക്കണമെന്ന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ഇക്കാര്യം തള്ളിപ്പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ യുദ്ധം നിർത്തിയത് ഇന്ത്യ ലക്ഷ്യം കണ്ടതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത് എന്നാണ് ഇന്ത്യ ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും അമേരിക്കയ്ക്ക് വഴങ്ങാത്ത ട്രംപിൻ്റെ ഈ വീമ്പിളക്കലിൽ വീഴാത്തതുകൊണ്ട് ഇന്ത്യക്ക് നാശനഷ്ടങ്ങളും ഉണ്ടാവുകയാണ്. ഇന്ത്യക്കെതിരെ പിഴച്ചുങ്കം ചുമത്തി 50% തീരുവ ഇപ്പോൾ പിഴയായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ നൽകണം. അതുകൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള H-1B വിസയ്ക്കും കനത്ത ഫീസ് ചുമത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ട്രംപ്. ഇങ്ങനെ ഇന്ത്യയെ ദ്രോഹിക്കുന്ന പല നടപടികളിലേക്കും അമേരിക്ക കടക്കുകയാണ്. കൂടാതെ പാകിസ്ഥാൻ പ്രീണനവും ഇവർ തുടങ്ങിക്കഴിഞ്ഞു. പാകിസ്ഥാനെ കയ്യിലെടുത്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ അവരുടെ പഴയ അമേരിക്കൻ മിലിറ്ററി ബേസ് സ്വന്തമാക്കുവാനും അമേരിക്ക ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനെല്ലാം വാലാട്ടി നിൽക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ പാകിസ്ഥാൻ അറിയാം അമേരിക്കയിൽ നിന്ന് വൻ സഹായങ്ങൾ കിട്ടുമെന്ന്. അത് വാങ്ങിയെടുക്കുക തന്നെയാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കയുമായി വാലാട്ടി നിന്നില്ലെങ്കിൽ ഇന്ത്യക്കിട്ട് അമേരിക്കയുടെ പണികൾ പല വിധത്തിൽ ഇനിയും വരും. ഇന്ത്യയെയും ചൈനയെയും വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ തന്നെയായിരിക്കും അമേരിക്കയുടെ ഇനിയുള്ള ശ്രമങ്ങൾ. എന്നാൽ ഇന്ത്യയും കരുതി കൂട്ടി തന്നെയാണ് ഇന്ത്യയും നിൽക്കുന്നത്.